कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगदा मधुकैटभारे वक्षो विहारिणी मनोहर दिव्यमूर्ते श्रीस्वामिनी श्रितजनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम्. ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് കാവശ്ശേരി വീട്ടിലാണ്. ശനിയാഴ്ച എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസിനെ ഇവിടെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് ഇന്നലെ എത്തി. അപ്പോൾ ഇവിടെ കൊണ്ട് വിട്ടു. അപ്പോൾ ശനിയാഴ്ചത്തെ എക്സാമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ്. പൊന്നൂസ് ഉറങ്ങി എണിച്ചിട്ട് പോകണോ ഉച്ചനേരത്ത്? അങ്ങനെ ഇതാ അച്ഛൻ റേഡിയോയിൽ ന്യൂസൊക്കെ കേട്ടിട്ടിരിക്കുകയാണ്. പത്രം വരുത്തുന്നുണ്ട്, പിന്നെ TV-യിൽ ന്യൂസ് ഉണ്ട്. പക്ഷെ എന്തുതന്നെയായാലും മൂപ്പർക്ക് റേഡിയോയിൽ ന്യൂസ് കേട്ടാലേ തൃപ്തിയാവുള്ളൂ. പിന്നെ പഴയ പാട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കേൾക്കാൻ പറ്റും. അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ അല്ലേ. പിന്നെ എൻ്റെ അമ്മ കാലത്തെണീറ്റ് മുറ്റമടിക്കലും പണികളൊക്കെ ഒരുവിധമാവും. പിന്നെ കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു 6 മണിക്ക് റേഡിയോയിൽ എപ്പോഴും ഉള്ളതാണ് സുഭാഷിതം. അപ്പോൾ അത് എല്ലാ ദിവസവും ഇവിടെ അമ്മ കേൾക്കാറുണ്ട്. ഞാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ കേട്ടിട്ടായിരിക്കും ഉറങ്ങി എണീക്കാറ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ കാവശ്ശേരി വീട്ടിൽ എപ്പോഴും നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. കാരണം അമ്മനോട് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചു അമ്മ എണീക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കണം എന്നുള്ളത്. ഇവിടെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കൃത്യം 4 മണി 4:15 ആ ടൈമിൽ അമ്മ എണീക്കും. പരിക്കേട്ടവ നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ 4:10 കാവിൽ വെടിപൊട്ടും. ആ ടൈമിൽ അമ്മ എണീക്കും. അതൊരു ദിവസം എന്നല്ല, എനിക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇത് തന്നെയാണ് പതിവ്. ആ ടൈമിൽ എണീറ്റ് അമ്മയ്ക്ക് 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പണികളും ഇവിടെ ഒരുങ്ങും. പിന്നെ ഇവിടെ ദിവ്യുണ്ട്, ബാക്കി പണികളൊക്കെ അവളും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ പണിയൊന്നും ഉണ്ടാവാറില്ല. കാരണം ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാവും. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് അച്ഛൻ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണികളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ കെട്ടിച്ചു വിട്ട മക്കൾക്ക് നമ്മൾക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴാണല്ലോ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക അല്ലേ. അപ്പം ഇന്ന് കാലത്ത് അമ്മ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ദോശ, അതായത് ഇരുമ്പ് കല്ലിൽ ചുടുന്ന ദോശ. നമ്മളവിടെ നോൺ സ്റ്റിക്ക് ആയത് കാരണം നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു 8:30 ആകുമ്പോൾ അമ്മ പണിക്കിറങ്ങും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അമ്മ തന്നെ ദോശ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പര് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദോശയ്ക്ക് കഴിക്കാനായിട്ട് നമ്മളിന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നോൺ വെജ് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ചെറുപയർ വേകാനൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിൽ. നമ്മുടെ ദോശയ്ക്കുള്ള ചെറുപയർ കറി ആയിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല, ചിക്കനോ ഒന്നും തന്നെ കഴിക്കാറില്ല. അപ്പോൾ അമ്മയ്ക്കും കറി വേണം. അപ്പോൾ അത് കാരണം കാലത്ത് ചെറുപയർ കറി ഉണ്ടാക്കി. ഇപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ട്. ദിവ്യ ഇവിടെ ചോറ് ഊറ്റുകയാണ്. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് പണിക്കിറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അമ്മ പണിക്ക് പോവാണ്. ഇനി ഒരു 5-5:30 ആകുമ്പോൾ മൂപ്പരെത്തും. അപ്പോൾ അച്ഛന് കാലത്ത് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം, അതായത് വെള്ളച്ചോറ്. ഞങ്ങളിവിടെ വെള്ളച്ചോറ് എന്നാണ് പറയുക, തലേന്നാളത്തെ ചോറ്. അച്ഛൻ എന്ത് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും കഴിക്കില്ല. കാലത്ത് കുറച്ച് വെള്ളച്ചോറ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും ചെറുപയർ കറിയും കൂട്ടിയിട്ട് വെള്ളച്ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഇവിടെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തങ്കത്തോടി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീളക്കുമ്പിളിൽ മുള്ളില്ലാ പൂവുണ്ടേ ഇടനെഞ്ചിൻ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാൻ എന്നെത്താനുണ്ടേ തിനകൊല്ല പാടത്ത് കതിരാടും നേരം ഏലേലപ്പുഴയോരം മാനോടും നേരം
അപ്പം ഞാൻ വെള്ളച്ചോറാണ്. അപ്പോൾ വെള്ളച്ചോറുണ്ട്, തേങ്ങ ചമ്മന്തി, പിന്നെ മാങ്ങ, നാരങ്ങ, മുളക്, ഇഞ്ചി ഒക്കെ കൂടെ ഉപ്പിലിട്ടതാണ്. പിന്നെ ഇത് ഇന്നലത്തെ സാമ്പാർ, പിന്നെ ഇത് ചെറുപയർ കറി വെച്ചത്, ഇതൊക്കെയാണ് ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ തൈര്, നമ്മൾ ഉറയൊഴിച്ച തൈരാണ്, അതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് വെള്ളച്ചോറ് കഴിക്കാം. നല്ല തണുപ്പുണ്ട്, തൈര് കൂട്ടിയിട്ട് വെള്ളച്ചോറ് കഴിക്കാം. നല്ല ചൂട് സമയമാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ അച്ഛൻ ചിക്കൻ മേടിക്കാനായിട്ട് ആലത്തൂർ പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാവശ്ശേരിയാണോ വീട് എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയണം, ഇത് എൻ്റെ വീടാണ് കാവശ്ശേരിയിൽ, മോനാട്ടിൻ്റെ വീട് മംഗലത്താണ്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐസിൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ അതവിടെ ഐസ് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പണ്ടും ഇതേ സ്ഥലം തന്നെയാണ് ഐസ് വെക്കാൻ വരാറ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് എൻ്റെ കൂടെ പൊന്നൂസാണ്. സാധാരണ ഐസ്ക്രീമാണ് കഴിക്കാറ്. പിന്നെ ഐസിൻ്റെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾക്കും ഐസ് മതിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയിട്ട് സേമിയ, പെപ്സിയൊക്കെയാണ് ചോദിച്ചത്, അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അച്ഛൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ട് നമ്മളത് കറി ഉണ്ടാക്കാൻ പോകണം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ചിക്കൻ കറിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ വിറകടുപ്പുള്ളത് കാരണം നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. അങ്ങനെ പൊന്നൂസിന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ടി വി ഒക്കെ കണ്ടിട്ട് ഹാളിൽ തന്നെ ഇരിക്കുകയാണ്, ടേബിളിലൊന്നും ഇരുന്നില്ല. ഇവിടെ ആകുമ്പോൾ ടി വിയും കാണാമല്ലോ. പിന്നെ ഇന്ന് കുമ്പളങ്ങ മോര് കറി വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറിയും പൊന്നൂസിന് ചിക്കൻ ഫ്രൈ ചെയ്തത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താ ചെയ്യുക വൈകിട്ടേക്ക് എന്ന് ആലോചിച്ചപ്പോൾ മധുരക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തിരുവാതിര സ്പെഷ്യലാണല്ലോ മധുരക്കറി, പാലക്കാടിലെ സ്പെഷ്യലാണ് കേട്ടോ. മുതിരയും ശർക്കരയും തേങ്ങ ചെരുവിക്ക് ഇട്ടിട്ട് നമ്മളിതാ മധുരക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തോ പൊന്നൂസിന് സാധാരണ ഒക്കെ കുറ്റം പറയുന്ന ആൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ശേഷം അച്ഛൻ ഇവിടെ പുളിയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ഞാൻ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് തന്നു വിടാനായിട്ട് ഇന്ന് തന്നെ തല്ലി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനാണ് ഇപ്പോൾ അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്? വാളംപുളി ഉണക്കിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് പിന്നെ അതാ കുരു കുത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി അതിൻ്റെ മേലെയുള്ള ഞരമ്പുണ്ടല്ലോ, തൊട്ടി എന്നൊക്കെ പറയും, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ പുളി മാത്രം എടുത്തിട്ട് നമ്മൾ മൺചട്ടിയിൽ കല്ലുപ്പും ഈ പുളിയും കൂടെ നിറച്ച് വെക്കും. അങ്ങനെ കുറച്ച് പഴകണം. ഈ വർഷത്തെ പുളി നമ്മൾ അടുത്ത വർഷമാണ് ഉപയോഗിക്കാറ്, കഴിഞ്ഞ വർഷത്തെ പുളിയാണ് ഈ വർഷം ഉപയോഗിക്കാറ്. അങ്ങനെ നല്ല കറുത്ത പുളിയൊക്കെയാണ് നമ്മൾ ഇഞ്ചിപ്പുളിയിലൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുരുവൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ പൊന്നൂസ് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസ് കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മംഗലത്ത് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുളിമരം 2 പുളിമരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട് പണിയൊക്കെ ആയിട്ട് ആ 2 പുളിമരത്തിനെ മുറിച്ചു. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ കേട്ടോ, നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ 2 പുളിമരം ഉണ്ടായിരുന്നു, അതുമൊക്കെ മുറിച്ചു.
എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ മതിലൊക്കെ കെട്ടി റെഡിയാക്കിയത്. പിന്നെ അതാ ഈ സമയത്തില്ല എങ്ങനെ എന്തായാലും കാണുമ്പോൾ നമുക്കിങ്ങനെ വായിലൊക്കെ ഇടാൻ തോന്നും. എന്താ രസം. പൊന്നൂസിന് വായിൽ വെള്ളം വന്നു. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? എങ്ങനെ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യുക, അതൊക്കെ മക്കൾ കാണുക, അവർക്കും ഇതൊക്കെ ഒരു നാളേക്കുള്ള ഒരു ഓർമ്മകളായിട്ട് തീരട്ടെ. നിങ്ങളങ്ങനെ വീട്ടിൽ ഇതുപോലെ പുളിയൊക്കെ മേടിച്ചിട്ട് തല്ലാറുണ്ടോ? അതോ വീട്ടിലുണ്ടോ? ഇങ്ങനെയാണോ ഉപയോഗിക്കാറ് അതോ കടയിൽ നിന്ന് മേടിച്ചിട്ടാണോ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.